എനിക്ക് പൈസ തരണം. എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിൻ്റെ 311ാമത്തെ എപ്പിസോഡാണിത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലോകസഞ്ചാരികളായിട്ടുള്ള അനേകം ആളുകളെ ഒരു അത്ഭുത പ്രവൃത്തി കാണിച്ചുകൊണ്ട് തട്ടിപ്പിന് ഇരയാക്കുന്ന നിരവധി വീഡിയോകൾ, അനേകം വീഡിയോകൾ യൂട്യൂബിൽ നമുക്ക് കാണാനിടയായി. അത്തരം വീഡിയോകൾക്ക് പിന്നിലെ അല്ലെങ്കിൽ അത്തരം അത്ഭുത പ്രവൃത്തികൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്, അതിന് പിന്നിലെ ട്രിക്ക് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും എല്ലാവരെയും ഒരിക്കൽ കൂടെ ട്രിക്സിൻ്റെ 311ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമാണ് കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനൽ നേരിടുന്ന ആ പ്രതിസന്ധി, അതായത് നോട്ടിഫിക്കേഷൻ ആളുകളിലേക്ക് എത്താത്തത്, അത് പരിഹരിക്കാൻ ആ ഒരു മാർഗ്ഗം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ അധ്യായം ആരംഭിക്കാം. ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ, ഇതൊരു സാങ്കല്പിക രേഖയാണ്. കൃത്യമായിട്ടത് വരയ്ക്കാൻ സാധിക്കില്ല, കാരണം അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ പോലും അപൂർവം ചില രാജ്യങ്ങളിൽ, അതായത് ഇത് കടന്നു പോകുന്നു എന്ന് പറയുന്ന ചില രാജ്യങ്ങളിൽ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഉഗാണ്ടയിൽ ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന യാത്രികരെ അവിടെയുള്ള ആളുകൾ ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട്. അതായത് വാഷ് ബേസിൻ പോലെയുള്ള ഒരു പാത്രം, അതിലേക്ക് അവർ വെള്ളം ഒഴിക്കുകയും ആ വെള്ളം തുറന്ന് വിടുന്ന സമയത്ത് അത് നോർത്ത് ഹെമിസ്ഫിയറിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വെള്ളം കറങ്ങുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വെള്ളം തുറന്നു വിടുന്ന സമയത്ത് അതിലൊരു പൂവ് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂവ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ നിന്നും 10, 15, 20 അടി മാറിക്കഴിഞ്ഞാൽ സമാനമായ രീതിയിലുള്ള മറ്റൊരു വാഷ് ബേസിൻ പോലെയുള്ള ഒരു പാത്രം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അവിടെ സൗത്ത് ഹെമിസ്ഫിയർ എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇതേ രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുകയും വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ഒരു പൂവ് അതിൽ ഇട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കറങ്ങുന്നത്, ഈ ഒരു 20 അടി ഡിസ്റ്റൻസിൽ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇനി ഇത് രണ്ടും മാറ്റി വെച്ചാൽ ഇക്വേറ്ററിൽ, അതായത് ഭൂമധ്യ രേഖയിൽ തന്നെ അവർ ഇതേ രീതിയിൽ തന്നെയുള്ളൊരു പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ വെള്ളം ഒഴിക്കുകയും അതിൽ പൂവിടുന്ന സമയത്ത് അത് നേരത്തെ നോർത്തിലോ അല്ലെങ്കിൽ സൗത്തിലോ കറങ്ങിയ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അത് കറങ്ങുന്നില്ല. കറക്കമില്ലാതെ തന്നെ അത് നേരെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൊറിയോലിസ് എഫക്റ്റ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് അവിടെ വരുന്ന ആളുകളോട് എല്ലാവരോടും അവർ പറയുന്നത്. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് ഒഴിക്കുന്ന വെള്ളം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും തെക്ക് ഭാഗത്ത് ഒഴിക്കുന്ന വെള്ളം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഭൂമധ്യരേഖയിൽ ഒഴിക്കുന്ന വെള്ളം നേരെ താഴേക്കും പോകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ അത്ഭുതം നേരിൽ കാണിച്ചു തരുന്നതിന് അവർ പണം ഈടാക്കുന്നുണ്ട്. ഉഗാണ്ടയിലെ പണത്തിന് ഷില്ലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1000 ഷില്ലിംഗ് ആണ് അവരിത് കാണിച്ചു തരുന്നതിന് ആളുകളിൽ നിന്നും ഈടാക്കുന്നത്. സഞ്ചാരികളായിട്ടുള്ള നിരവധി ആളുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഷോർട്സ്, അങ്ങനെയുള്ള പല രീതിയിലും അനേകം വീഡിയോകൾ യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി അറിയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ്. എനിക്ക് പൈസ തരണം, ഷില്ലിങ് വേണം. അയാൾക്ക് 1000 ഷില്ലിങ്ങാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇത്തിരി കൂടുതലല്ലേ, കൂടുതലൊന്നുമില്ല, തന്നാൽ കാണിക്കാറുണ്ടായി. ഏതായാലും ഇതൊന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു. സന്തോഷ് സാറിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് അവരിത് ചെയ്യുന്നത് എന്നറിയില്ല, ഇത് എന്തെങ്കിലും ട്രിക്കാണോ എന്നറിയില്ല, പക്ഷേ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അദ്ദേഹം ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നതാണോ അതോ ഇവർ കാണിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങളാണോ എന്നെനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്, ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അത്ഭുതത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ വീഡിയോയിലും ഇത് അവതരിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് കൊറിയോലിസ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്താണ് കൊറിയോലിസ് എഫക്റ്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നടത്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് വളരെ വലിയ പ്രദേശത്ത്, ചെറിയ ഏരിയകളിലൊന്നുമില്ല, വളരെ വലിയ പ്രദേശത്ത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അത് ഈ പറഞ്ഞ വാഷ് ബേസിനിലോ ബക്കറ്റിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ കപ്പിലെ വെള്ളത്തിലോ ഒന്നും തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തികച്ചും ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അറിയേണ്ടത് എന്ത് ട്രിക്ക് ഉപയോഗിച്ചാണ് അവർ ഈ അത്ഭുതം അവിടെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും പണം തട്ടിയെടുക്കുന്നതും എന്നാണ്. അപ്പോൾ അതേ രീതിയിലുള്ള പാത്രമോ കാര്യങ്ങളൊന്നും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അതിനോട് സാമ്യമുള്ള ഇതേ രീതിയിലുള്ള ഒരു ഫൈബറിൻ്റെ ചെറിയൊരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. ഇനി ഇത് അവതരിപ്പിക്കുന്നത് എൻ്റെ ഓഫീസിൽ ഈ ഒരു റൗണ്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ച് തന്നെയാണ്. ഈ കാണുന്ന സിലിണ്ടർ, ഇതിന് മുകളിൽ നമ്മൾ ഈ പാത്രം വെച്ചുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം താഴേക്ക് വീഴുന്നത് നിങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ സിലിണ്ടർ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വെള്ളമാണ് ഇരിക്കുന്നത്. ഈ 2 ഫ്ലവർ, അതായത് അവരുപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഫ്ലവറും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഈ പാത്രത്തിൻ്റെ ഹോള് ഈ ഒരു ഫിംഗർ ഉപയോഗിച്ച് അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്.
ഇനി ഈ പാത്രം നേരെ ഈ സിലിണ്ടറിന് മുകളിൽ കയറ്റി നമ്മളിവിടെ വെക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫ്ലവർ നമുക്കതിലിടാം. ഈ ഫ്ലവർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഫ്ലവർ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നു. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇതാ സിലിണ്ടറിന് മുകളിലേക്ക് വെക്കുകയാണ്. ഇനി ഇതാ ഈ ഫ്ലവർ വീണ്ടും ഇടുന്നു. ഫ്ലവർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫ്ലവർ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. വീണ്ടും നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ വെള്ളം മാറ്റി, സിലിണ്ടറിൽ നിന്നും വെള്ളം മാറ്റി. വീണ്ടും നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. വെള്ളം ഒഴിക്കുന്നു. ഇതിന് മുകളിലേക്ക്, സിലിണ്ടർ മുകളിലേക്ക് വെക്കുന്നു. ഇനി ഫ്ലവർ ഇടുകയാണ്. നേരത്തെ കറങ്ങിയ രീതിയിൽ ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ കറങ്ങുന്നില്ല. ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, എന്നാൽ പോലും നേരത്തെ കറങ്ങിയ രീതിയിലല്ല. കണ്ടില്ലേ? അപ്പോൾ ഉഗാണ്ടയിൽ ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോകാതെ തന്നെ എൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ 3 എഫക്റ്റുകളും നമ്മൾ ചെറിയൊരു പാത്രത്തിൽ തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിന് പിന്നിലെ ട്രിക്ക് എന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രചരിക്കുന്ന വീഡിയോ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇവർ വെള്ളം ഒഴിക്കുന്ന ആ ഒരു രീതി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങേണ്ട സ്ഥലത്ത് അവർ അതേ രീതിയിൽ ഒരു ചുഴി ഉണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളം അതേ രീതിയിലാണ് ഒഴിക്കുന്നത്. ഞാനും ഇവിടെ അതേ രീതിയിൽ തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെയാണ് വെള്ളം വീഴുന്നത്. കണ്ടില്ലേ? ഇവിടെ ഇതേ രീതിയിൽ ഇങ്ങനെ വെള്ളം വീഴുന്ന സമയത്ത് അവിടെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ചുഴി പോലെ രൂപപ്പെടുകയാണ്. ഇതേ ട്രിക്ക് തന്നെയാണ് അവരിതാ ഇവിടെയും ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവർ ആ ഫ്ലവർ ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ പാത്രം കുറേ വലുതായതുകൊണ്ടും വെള്ളം താഴേക്ക് വീഴുന്ന ഒരു കുഴൽ അല്ലെങ്കിൽ ആ ഒരു ദ്വാരം അതും കുറച്ചധികം വലിപ്പം ഉള്ളതുകൊണ്ടും വളരെ സ്പീഡിൽ അത് കറങ്ങുന്നുണ്ട്. ഞാനിവിടെ അവതരിപ്പിച്ച സമയത്ത് ചെറിയൊരു പാത്രത്തിലാണ്, അപ്പോൾ ഇത്രയും സ്പീഡേ നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല ഞാനത് കമഴ്ത്തിയാണ് ഇട്ടതും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്കാതെ ഇട്ട് കഴിഞ്ഞാലും ഇത് കറങ്ങുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. അത് അവരിട്ട അതേ രീതിയിൽ തന്നെ നമ്മൾ ഇട്ടും നോക്കി, അപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ കറങ്ങുന്നുമുണ്ട്. ഇനി സൗത്ത് ഹെമിസ്ഫിയറിൽ ഇവരെത്തുന്ന സമയത്ത് വെള്ളം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവർക്ക് കറങ്ങേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വെള്ളം ഒഴിക്കുന്ന പൊസിഷൻ ഈ ഭാഗത്ത് നിന്നാണ്. ഇവിടെ ഞാനും ഈ പാത്രത്തിൽ ഒഴിച്ചത് കണ്ടില്ലേ, ഈ ഭാഗത്താണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ചുഴി പോലെ രൂപപ്പെടുകയാണ്. അത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. എന്നാൽ ഇക്വേറ്ററിൽ, അതായത് ഭൂമധ്യരേഖ വരച്ചിരിക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിൽ, ആ പാത്രത്തിൽ ഇവർ വെള്ളം ഒഴിക്കുന്നത് കൃത്യം സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതായത് ചുഴിയൊന്നും രൂപപ്പെടാതെ വളരെ ശ്രദ്ധിച്ചാണ് അവർ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ അവർ വളരെ നല്ല രീതിയിൽ ഇത് പരിശീലനം ഉള്ളതുകൊണ്ട് ഒരു ദിവസം തന്നെ ഇവർ ഒരുപാട് തവണ ഇത് പല ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് പണം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് അവതരിപ്പിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ അവിടെ നിന്ന് എത്ര ശ്രദ്ധിച്ച് നോക്കിയാലും ഇവർ ഏത് പൊസിഷനിലാണ് ഒഴിക്കുന്നത് എന്നൊന്നും തന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇവർ അവതരിപ്പിക്കുക. ഇനി ഈ 2 സ്ഥലത്തും, അതായത് നോർത്തിലും സൗത്തിലും ഇവർ ഈ വെള്ളം ഒഴിച്ച് കാണിക്കുന്ന ആ സമയത്ത് വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ചുഴി നിൽക്കുന്നതിന് വേണ്ടി ഇവർ നടുക്കായിട്ട് ചെറിയൊരു പ്ലൈവുഡിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ എന്തോ തകിടോ എന്തോ സംഭവം ഇങ്ങനെ വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. 3-4 സെക്കൻഡ് മാത്രമാണ് അവർ അത് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ആ ചുഴി അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചലനമൊന്നുമില്ല, പക്ഷേ തീർച്ചയായിട്ടും താഴെ ആ ഒരു ചുഴി പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനും അതേ രീതിയിൽ തന്നെ പരിശോധിച്ച് നോക്കി. ഇതാ ഒരു മൾട്ടിവുഡിൻ്റെ ഭാഗമാണ് ഞാൻ എന്താ സെൻറ്ററിൽ വെക്കുന്നത്. അത് മാറ്റിയതിനു ശേഷവും നമ്മൾ ആ വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ആ ചുഴി പൂർണ്ണമായിട്ടും അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ ഫ്ലവർ ഇടുന്ന സമയത്ത് വീണ്ടും അത് കറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഇക്വേറ്ററിൽ, അതായത് ഭൂമധ്യരേഖ വരച്ചിരിക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിൽ ഈ വെള്ളത്തിൻ്റെ ആ ഒരു ചലനം നിൽക്കുന്നതിന് വേണ്ടി ഇവർ കുറച്ചധികം സമയം, ഈ 2 സ്ഥലത്ത് വെച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇവരവിടെ വെക്കുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ആ ഫ്ലവർ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 സ്ഥലത്തും ചെറിയ രീതിയിൽ കറക്കിക്കൊണ്ടാണ് അവർ ഇട്ടതെങ്കിൽ ഇവിടെ നേരെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് ഇടുക മാത്രമാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാനും ചെറിയ പാത്രത്തിൽ പരീക്ഷിച്ച് നോക്കിയത്. ഈ രണ്ട് സ്ഥലത്തേക്കും ചുഴി രൂപപ്പെടാതെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒഴിക്കുകയും കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫ്ലവർ ഇടുന്ന സമയത്ത് ഈ പാത്രം ചെറുതായതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടായെങ്കിൽ പോലും ആദ്യത്തെ പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ഈ ഫ്ലവർ കറങ്ങിയില്ല. ചെറിയൊരു വെള്ളം താഴേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം. യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി പലതവണ ഈ പരീക്ഷണങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. പാത്രത്തിൻ്റെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കോ കറക്കുന്ന രീതിയിൽ ചുഴി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്, നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ കാണിച്ച വീഡിയോയിൽ 3 പാത്രങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റ് ചില വീഡിയോകളിൽ ഒരു വാഷ് ബേസിൻ തന്നെ നോർത്തിലും വെക്കുന്നു, സൗത്തിലും വെക്കുന്നു, അതുപോലെ ഇക്വേറ്റർ ഭൂമധ്യരേഖയിലും വെക്കുന്നു. എന്നിട്ട് ഇതേ അത്ഭുതം തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫ്ലവർ ഇടുന്നതിന് പകരം അവർ ഇലയുടെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കീറിയാണ് അതിലിടുന്നത്. എന്നാൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ വരച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെക്കുന്ന സമയത്ത് മാത്രം ഒരുപാട് സമയമെടുത്ത് ആ വെള്ളത്തിൻ്റെ ചലനം പൂർണ്ണമായിട്ടും നിന്നതിന് ശേഷമാണ് അവർ ആ വെള്ളം ഒഴുക്കി കളയുന്നത്. ഇനി നമ്മളിവിടെ വിശദീകരിച്ച ട്രിക്കുകളല്ലാതെ വേണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പാത്രം, ആ പാത്രത്തിൽ വെള്ളം താഴേക്ക് പോകുന്ന ആ ഭാഗത്ത് വേണമെങ്കിൽ ഒരു സ്പൈറൽ ഷേപ്പിൽ, നമ്മൾ സ്പ്രിങ്ങിൻ്റെയൊക്കെ ഷേപ്പിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ആ രീതിയിൽ വെള്ളം ഏത് രീതിയിലാണോ താഴേക്ക് പോകേണ്ടത് അതേ രീതിയിൽ കൃത്രിമമായിട്ട് അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സെറ്റ് ചെയ്യാം. നടുഭാഗത്ത് വരുന്ന സമയത്ത് ഒന്നുമില്ലാതെ വെറുതെ ഒരു കുഴൽ മാത്രം പിടിപ്പിച്ചുകൊണ്ട് അതിലൂടെ വെള്ളം ഒഴുക്കി കളയുന്ന രീതിയിലും വേണമെങ്കിൽ ചെയ്താലും ഇതേ അത്ഭുതം തന്നെ അവിടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആയിരക്കണക്കിന് വീഡിയോകളാണ് ഇത്തരം അത്ഭുതം എന്ന പേരിൽ പ്രചരിക്കുന്നത്. അതെല്ലാം വ്യാജമാണ്. നിങ്ങളിൽ നിന്നും പണം തട്ടുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന വെറും ട്രിക്കാണ് ഇതെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇതേ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും goodbye.